നമ്മള് സാധാരണ ഈ ഇന്റർവ്യൂവിന് എടുക്കുന്ന സമയത്തെ നമുക്ക് ഇത്തിരി ബലംപിടുത്തം കൂടുതലാണ് പൊതുവെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അത് പരിചയമില്ലാത്ത ആളെ കാണുമ്പോഴാണ് ആ ബലംപിടുത്തം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഉള്ളത് കാസ്റ്റും ക്രൂ മാത്രമേ ഉള്ളൂ. ക്രൂ ആയിട്ട് ഞാനുണ്ട്, കാസ്റ്റ് ആയിട്ട് നിങ്ങളുണ്ട്. നിങ്ങളോട് എല്ലാരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഈ ഓഡിഷനിൽ വന്നത്, എങ്ങനെയാ വന്നത്? എല്ലാരും ഓഡിഷൻ വന്നത് പ്രകാശനല്ല കേട്ടോ, ബാക്കി എല്ലാവരും കാര്യം പറയണത്. ഇവര് 5 ആളും നിങ്ങളുടെ സമയം പറഞ്ഞു. അതെ, 5 പുതുമുഖങ്ങളെ ഈ സിനിമ ലോ ആൻഡ് ഓർഡറിലൂടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ 5 പേരും എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാരും പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഓഡിഷൻ വന്നു, ശാലിനിയായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ, ശാലിനി വിളിച്ചു വന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയ കഥകളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും കേട്ടോ. ഇതിന് പേരിൽ ഭീഷണിയുണ്ട്. സിനിമ ഉണ്ടാക്കാനുള്ള കഥകളുണ്ട്. സിനിമ ഉണ്ടാക്കാനുള്ള കഥകൾ അത്യാവശ്യം ഉണ്ടല്ലേ? ഭീഷണിയുണ്ട്, കള്ളത്തരത്തിലൂടെ ഓഡിഷനിൽ വന്ന ആളുകൾ. ഞാൻ ഫസ്റ്റ് ഡേ ഓഡിഷൻ എന്ന് പറയുന്നത് അല്ല, കാസ്റ്റ് ഒക്കെ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വരുന്ന സമയത്ത് അന്ന് എനിക്ക് ഒരു 6 മണി വരെ, പുലർച്ചെ 6 മണി വരെ എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയും കഴിഞ്ഞിട്ട് ഓഡിഷന്റെ ദിവസം അത് വാഗമണിലായിരുന്നു. അല്ലല്ല, ഓഡിഷൻ അല്ല, ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിനാണ്. അപ്പോൾ സെറ്റിൽ എല്ലാവരും ഒരു 8 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു 10 മണിയാകുമ്പോൾ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് 6 മണി, ഞാൻ നേരത്തെ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ 6 മണി വരെ രാത്രി ആ പരിപാടി ഉണ്ടായിരുന്നു പുലർച്ചെ. അങ്ങനെ അത് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും 10 മണിക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടില് ശാലിനി എപ്പോ വിളിക്കാൻ, എവിടെ എല്ലാവരും എത്തിയല്ലോ, ഷനൂദിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് അയക്കുന്നു പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു വണ്ടിക്കുള്ളിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു ഷനൂദ്, എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഷനൂദ് അഥവാ 10 മണിക്ക് എക്സാക്ട് എത്തിയിട്ടില്ലെങ്കിൽ വേറെ കാസ്റ്റിന് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓക്കെ ഫിലിമിൽ ഉണ്ടാവും. ഞാനാണെങ്കിൽ വിറക്കാണെങ്കിൽ സെറ്റ്. അപ്പൊ എനിക്ക് വിമാനമല്ലല്ലോ, ട്രാഫിക് കഴിഞ്ഞിട്ട് 4 വീലുള്ള ചക്രം ഓടിച്ച് വരണ്ടേ. അതെ. അപ്പൊ എന്തോ ഭാഗ്യത്തിനൊന്ന് 10 മണിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നെങ്കിൽ വേറെ കാസ്റ്റിനെ അന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അതോ അത് ചുമ്മാ പറഞ്ഞതാണ്? അത് ആദ്യത്തെ സംഭവമാണോ നമ്മളെ സ്ഥിരം വിളിക്കുന്ന? അതായത് ഷൂട്ട് നമുക്കൊരു 9 o'clock 8 o'clock തുടങ്ങുന്ന ഈ 7:30 തൊട്ട് വിളിച്ച് നിങ്ങൾ എന്തേ പണി നിങ്ങൾ കളഞ്ഞു മക്കളെ. ഞങ്ങളാണ് വിഷമിച്ച് ഓടി പെടച്ച് 7:30 അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് മേക്കപ്പ് ഓടി മേക്കപ്പ് ഇട്ടില്ലേ, കോസ്റ്റ്യൂം ഇട്ടില്ലേ, മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ 9:30 പ്രകാശേട്ടൻ വരുന്നു. ഹായ് കോമ്പിനേഷൻ സീൻ. പ്രകാശേട്ടൻ വന്നിട്ട് 10:30 കോമ്പിനേഷൻ നിങ്ങളുള്ളൂ. നന്ദിയുണ്ടേ. സ്കൂൾ കാലം കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രിൻസിപ്പളിന്റെ പിന്നെ ട്രിക്ക് നമ്മൾ പഠിച്ചു. എല്ലാരും 7:30 വിളിക്കും. ഞങ്ങൾ പറഞ്ഞു ചേച്ചി ഉറങ്ങിക്കോട്ടെ, ഉറങ്ങാനും തുടങ്ങി. നമ്മൾ ആദ്യം ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടേ വരെ? അതെ തീർച്ചയായും. എങ്ങനെയായിരുന്നു പ്രകാശേട്ടൻ ആസ് എ ഡയറക്ടർ, എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത്? ഡിസിപ്ലിൻ പഠിപ്പിക്കാന്ന് നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളില് അവര് നല്ല എന്താ പറയുന്നത് എനിക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റും. ചിരിച്ച മുഖമായിരിക്കും. ഈ ഒരു ഏജ് ഗ്രൂപ്പിനോട് നമ്മൾ ഡിസിപ്ലിൻ ഇന്നെന്ന് പറഞ്ഞത് നമ്മളവിടെ പോയിട്ട് പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പ്രവർത്തിച്ച് കാണിക്കേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ആരായിരുന്നു ഉദയനോ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു കാര്യത്തിൽ വന്നപ്പം അവരൊരു കുറച്ചൊരു 5 മിനിറ്റ് ലേറ്റ് ആയപ്പോഴത്തേക്കും ഉദയനാണോ ആരോ പറഞ്ഞു ഇങ്ങനെ കൃത്യസമയത്ത് വരരുത് കേട്ടോ, അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ പ്രശ്നമുണ്ട്. കാര്യം കുട്ടിക്കാലം തൊട്ടേ ചിലപ്പോൾ അതൊക്കെ ഈ നമ്മൾ വളരുന്ന സമയത്ത് ഇപ്പോൾ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് ലേറ്റായി, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ 5 മിനിറ്റ് ലേറ്റായി, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിൽ നല്ല തല്ല് കിട്ടുമായിരുന്നു. ഭയങ്കര അടിയും ശിക്ഷയും അത് കിട്ടുന്നുണ്ട്. ആ ഒരു ഭയം അത് നമ്മളെ വിട്ടുപോകില്ലല്ലോ. അപ്പൊ ആരെങ്കിലും തല്ലുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് വരുന്നത്. ഓഡിഷൻ അറിയോ എങ്ങനെയാണുള്ളത്? ഋതുവിനോട് ആൾക്കാർ ചോദിക്കുമ്പോ എങ്ങനെയാ ഋതു വന്നത്? എനിക്കിങ്ങനെ കാസ്റ്റിംഗ് കോള് വന്നു, ഇങ്ങനെ ശാലിനി കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചു, ചേച്ചി 3 റൗണ്ട് ഓഡിഷൻ ചെയ്തു, അങ്ങനെ എടുത്തു. ഇങ്ങനെയാണ് എടുത്തത്. അത് അതുവരെ കറക്റ്റാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഷൂട്ട് 10-ാം തീയതി ഡിസംബർ നവംബർ അല്ലെ 10-ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് ഒരു 3 ദിവസം മുമ്പേ ലുക്ക് ടെസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്.
ഞാൻ വന്നിരുന്നു, സജലുണ്ട്, ഷനു ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരിക്കുമ്പോൾ ഷാലി എന്നെ മാത്രം വിളിച്ചോണ്ട് പോയി. അപ്പൊ തന്നെ എൻ്റെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി. എന്തിനായിരിക്കും? ഞാൻ അപ്പുറത്തോണ്ട് ഇരുത്തിട്ട് ചോദിച്ചു, നീ എന്താ ചെയ്തത്? ഇത്രയും ദിവസം വെയിറ്റ്, ഞാനന്ന് വെയിറ്റ് കുറവാണ്. അല്ല, അതിനു മുൻപ് ഓൾറെഡി ഈ ഓഡിഷൻ വിളിക്കുന്ന സമയത്തെ സാറ്, രഞ്ജിത്ത് സാർ അറിയാലോ, രഞ്ജിത്ത് സാർ ഒരു കഥാപാത്രം മനസ്സിൽ വെക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം അയാളുടെ ഹൈറ്റ് ഇത്ര വേണം, അയാളുടെ വെയിറ്റ് ഇത്ര വേണം, അയാൾ ഇങ്ങനെ നോക്കണം, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിലൂടെ വരുന്നതുകൊണ്ട് ഇയാളുടെ ലുക്ക് മൊത്തത്തിൽ ഇങ്ങനെയായിരിക്കണം. അപ്പം ഈ അരുൺ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചെയ്യുന്ന കഥാപാത്രത്തിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കഥാപാത്രത്തിന്റെ കഥാഗതിയിൽ ആളുകൾക്ക് ആ മുഖത്തോട് ഇഷ്ടം തോന്നണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല ചിരിയായിരിക്കണം ഒന്ന് പറഞ്ഞത്. പിന്നെ ചിരിക്കുമ്പോ ഒരു കണ്ണുകളിൽ ആ ചിരി കാണണം, കണ്ണുകളിൽ ഒരു ക്യൂട്ട്നെസ് വേണം. ഈ രണ്ടാണ് ആദ്യം എവിടെ അപ്പൊ അവിടെ പരിചയപ്പെട്ടില്ല. ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആൾക്കാരെ നോക്കിയിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടാണ് ഋതുവിനെ കണ്ടപ്പോ, അപ്പൊ ഋതു നാടകമായി ബന്ധപ്പെട്ട ആളാണല്ലോ, നാടകം ചെയ്യുന്ന ഒരാളാണ്. നാടകം ചെയ്യുന്ന ആൾ, പിന്നെ അഭിനയത്തിന് ആദ്യം വേണ്ടത് കോമൺ സെൻസ് ആണ്. അപ്പൊ നാടകം ചെയ്യാന്ന് അല്ലെ, കോമൺ സെൻസ് ആണ് അഭിനയിക്കാനുള്ളവർക്ക് ആദ്യം വേണ്ട സാധനം എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഋതു നാടകം ചെയ്യുന്ന ആളാണ്. ഋതുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫോട്ടോസ് അയച്ചു, ഓക്കെ ആണ്. അപ്പൊ ഋതുവിന് മെലിഞ്ഞായിരിക്കണേ, ഞാൻ 70 ഉള്ളൂ. ഞാൻ 70 താഴെ എന്റെ വെയിറ്റ്, 70 താഴെയാണ് എന്റെ വെയിറ്റ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഞാൻ 80. പ്രൊഡക്ഷൻ ഫുഡ് പ്രൊഡക്ഷൻ ഫുഡ് എന്തോ വൈകുന്നേരങ്ങളാകുമ്പോ വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ. വൈകുന്നേരങ്ങളാകുമ്പോ വെയിറ്റ് കൂടുന്നു, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലും വെയിറ്റ് കൂടുന്നതായി കാണപ്പെടുന്നുണ്ട്. അതെ. അപ്പൊ ഇതുപോലെ മെലിഞ്ഞായിരിക്കണത്. അപ്പൊ ഞാൻ ഇതിനുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാൻ, ഉദയേട്ടനും രഞ്ജിത്ത് സാറും ഇങ്ങനെ സ്ഥലത്ത് എന്തൊന്ന് പോയി കാണണം. ഈ കഥ പോലീസ് കഥാപാത്രമാണല്ലോ, അപ്പൊ അത്യാവശ്യം നല്ല ബിൽഡ് ആവണം. ഞാൻ ഒരു കാര്യം ചെയ്യും, ചോദിക്കുന്ന സമയത്ത് എങ്ങാൻ സാറ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞത്, ഞാൻ നാടകത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് കുറച്ചതാണ് എന്നാണ് പനിയായിരുന്നു, അതുകൊണ്ടാണ് ക്ഷീണം പോയത്. സാറിനോട് ചോദിക്കുകയും ചെയ്തു, ഷാനിനെ കുറിച്ച് ബിൽഡ് ഉള്ള ആളെന്ന് പറഞ്ഞിരുന്നില്ല. സാർ അത് പുതിയ പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ഒരാളെ കാണുന്ന സമയത്ത് ഈ ആൾ ഓക്കെ ആവും, തോന്നിയില്ലേ? അഭിനയത്തിലൊക്കെ തീർച്ചയായിട്ടും അഭിനയത്തിൽ മാത്രമല്ല, കണ്ണിലുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആക്ച്വലി ഈസ് യുവർ മുസ്റ്റാഷ്. നല്ല മീശ. ചുണ്ടൻ വെള്ളം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഇരുന്ന് തുഴഞ്ഞു പോകാം. ഭയങ്കര മീശയില് പറഞ്ഞ എന്തൊക്കെ കളിയൊക്കെ മത്തി കടിച്ചോണ്ട് ചുണ്ടൻ വെള്ളം. ക്യാമറ വെക്കുന്ന സമയത്ത് ഈ മീശ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കാരണം അതിന്റെ ഷാഡോ ക്യാമറ ടീമിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിടിക്കാൻ. അങ്ങനെ ഡയലോഗും ആഡ് ചെയ്തു. മീശ അത്ര അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു സിനിമയില് പ്രകാശൻ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് വാണ്ടഡ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ചില ഷോട്ടുകൾ വെക്കുമ്പോൾ, ചില സീനുകൾ കമ്പോസ് ചെയ്യണ സമയത്ത് ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവ് നിന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു സീൻ ഇങ്ങനെ കമ്പോസ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? ഇല്ല, നാച്ചുറൽ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. പക്ഷെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അത് റിപ്പീറ്റഡ് ആയിട്ട് ഈ സിനിമയിലും അത് സംഭവിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സ്നേഹ, എൻ്റെ വൈഫ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് നമ്മൾ നടത്തുന്ന കമ്പനിയിൽ. സ്നേഹ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ എങ്ങാനും പോയിട്ട് ആ ആംഗിൾ എങ്ങനെയാണ് അങ്ങനെ ഇരിക്കുന്നത്, എന്താണ് ഈ ലെൻസ് ഇട്ടിരിക്കുന്നത്, ഈ ലൈറ്റിൻ്റെ എക്സ്പോഷർ ശരിയല്ലോ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൂടെ പോയി അവിടെ പോയി അഭിപ്രായം പറയാൻ നിന്നാൽ ഞാൻ അറിയും. എനിക്കറിയാവുന്ന പലരും അവിടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ ഒരു രീതിയിലും ആ കണ്ണുകളിലൂടെ നോക്കാറില്ല. കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ പ്രശ്നം, നമ്മൾ ഇപ്പം ഞാനൊരു ഒരു ഇപ്പം ഒരു ചെറിയൊരു കഥ പറയുന്ന, ഞാൻ പറയുന്ന രീതിയും ശാലിനി പറയുന്ന രീതിയും നമ്മൾ ആരെങ്കിലും ഒരാൾ പറയാം, എല്ലാം വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരാൾ കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അത് ആ തലയിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഓരോ ദിവസവും അത് ഇമ്പ്രൂവൈസ് ചെയ്ത് പോകുന്നിരിക്കുന്നത് ഇന്ന് ഇങ്ങനെ പോകാമെന്ന്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൺസീവ് ചെയ്യാത്തൊരു കാര്യം എൻ്റെ ഒരു എസ്തെറ്റിക്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടോ അതിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗത്തോട്ടേ നോക്കാറില്ല.
പിന്നെ രഞ്ജി ചേട്ടനോട് എനിക്ക് ഈ പറയുന്ന എക്സ്ട്രീംലി ഭീകരമായ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് എവിടെയോ ഒരു ഫ്രീഡം ഉണ്ട് താനും. അത് രഞ്ജി ചേട്ടൻ വളരെ ക്ലിയർ ആയിട്ട് പറയാതെ തന്നെ ആ സ്പേസ് ചിലപ്പോൾ എൻ്റെ അടുത്ത് എന്ത് തോന്നി പ്രകാശിന് ചോദിക്കാറുണ്ട്. അപ്പം അതുള്ളതുകൊണ്ട് ചില സമയത്ത് എനിക്ക് നിവൃത്തിയില്ലാത്ത ചില സമയത്തൊക്കെ നമ്മളിൽ ആ സ്വഭാവം ഉള്ളത് കൊണ്ട് ഞാൻ പറയും ബാക്ക്ഗ്രൗണ്ടിൽ മേ ബി അത് ഒന്നുകൂടെ പോകാൻ തോന്നിയിട്ടാണ്. അതൊന്നുകൂടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമുക്കത് ചിലപ്പം വരുമല്ലോ നാച്ചുറലായിട്ട്. ചിലപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ചില ടേക്കിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അല്ല കേട്ടോ, 1-2 പ്രാവശ്യം അങ്ങനെ ഞാൻ പറഞ്ഞു. രഞ്ജേട്ടൻ അത് റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് വരാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് അത് ഇപ്പം ഞാനിപ്പം നാച്ചുറലി നമ്മളെല്ലാവരും ഒരു കാര്യം, ഇപ്പം നമ്മുടെ എല്ലാവരും ഒരു പടം എടുത്തു. അപ്പം ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ പടം നമ്മുടെ പടം കാണുക, നിങ്ങളുടെ കണ്ണ് നിങ്ങളിലോട്ടേ പോകുള്ളൂ. ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും ആ പടത്തിൻ്റെ ടോട്ടാലിറ്റിയോ ഇതെങ്ങനെ ആദ്യം പോകുന്ന നിങ്ങളുടെ മുഖത്തോട്ട് നിങ്ങൾ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നായിരിക്കില്ലേ. അപ്പോൾ അത് തന്നെ സിനിമയിൽ നമുക്ക് ആ സമയത്ത് ഞാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടോ ബാക്കിയുള്ളവർ എന്താണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സൊക്കെ വരാമല്ലോ. ഞാൻ എങ്ങനെയുണ്ട് അതാണല്ലേ അതിൻ്റെ ഒരവസ്ഥ. അതുകൊണ്ട് അതും ഞാൻ പറയുന്ന അതും നമ്മളൊരു സെറ്റിൽ ഒരു പ്രത്യേക സമയത്ത് നമ്മളൊരു സംവിധായകനെ ട്രസ്റ്റ് ചെയ്ത് യെസ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ട്രസ്റ്റിൽ പോകുന്നതാണല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. പിന്നെ അതിൻ്റെ സിനിമ പോകുന്ന രീതിയിൽ അതിൻ്റെ ഭാഗമാകുക. അപ്പം ഞാൻ തോന്നാറില്ല എന്ന് പറഞ്ഞാൽ എഫേർട്ട് എടുത്ത് തോന്നിക്കാറില്ല ആ ഭാഗം. അതെ പ്രകാശൻ പക്ഷെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, ഈ ഒരു സീൻ ഒന്നുകൂടി എടുക്കാനെന്ന് തോന്നിക്കഴിഞ്ഞാൽ തുറന്നു പറയുന്ന ആളാ. വന്നിട്ട് സാറിനോട് പറയും, സാറിനോട് ഒന്ന് പറയും ചേട്ടാ നമുക്ക് ഒന്ന് കൊടുക്കാം എന്ന് പറയുമ്പോൾ സാർ ഓക്കെയും പറയാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്നുകൂടി പോവാണെങ്കിലും വായ തുറക്കാനുള്ളൊരു പേടിയുണ്ട്. അതായത് ചോദിക്കണമെന്നുണ്ട്, ചിലപ്പം ചെയ്തത് ഓക്കെ ആയില്ല. ഇപ്പൊ ഷനൂദിന്റെ ഒക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. ആഗ്രഹമുണ്ട് ചോദിക്കാൻ, പക്ഷെ ചോദിച്ച് വാങ്ങിച്ചിട്ട് അത് തന്നെയാണ് ചെയ്തു വെക്കുന്നത്. അതെ. അല്ല ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനെയല്ല, എനിക്ക് എപ്പോഴും പല സമയത്തും തോന്നുന്ന നാച്ചുറലായിട്ട് 1-2 പ്രാവശ്യം അതിനുള്ള സ്പേസും മൂഡും മനസ്സിലാക്കി അന്നത്തെ സ്കെഡ്യൂളിൻ്റെ ഒരു അവസ്ഥയും കൂടെ മനസ്സിലാക്കിയൊക്കെ 1-2 സമയത്ത്. പക്ഷെ റിയാലിറ്റി ഞാൻ പറയട്ടെ, അതെനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പല ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. കഴിഞ്ഞ സിനിമയിലും ഈ സിനിമയിലും നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പേസിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പെർഫോം ചെയ്ത് പോവല്ലേ, ഇത് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ ഹോട്ടലിലോട്ട് തിരിച്ച് പോകുന്ന വഴിക്കായിരിക്കും അപ്പോഴായിരിക്കും ഒരു ബെറ്റർ ഐഡിയ തലയിൽ വരിക. ഞാനത് ഡെലിവർ ചെയ്തതിന് ശേഷം ആ പോസ് ഇട്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. എല്ലാ ഷോട്ടിലും ഞാൻ ഫുൾ എൻ്റെ തലയിൽ കൂടെ റിവൈൻഡ് ചെയ്ത് പോയിട്ട് ഡിപ്രഷനിലാണ് ഉറക്കം. കഴിഞ്ഞ സിനിമയിലും അങ്ങനെയായിരുന്നു. ഒരു ഷോട്ട് പോലും ഇഫ് യു ആസ്ക് മീ ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക് തോന്നുന്ന ആർക്കും ഉണ്ടാവില്ല. ആൻഡ് ഇൻ എ വേ ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് ഐ തിങ്ക് അത് മാത്രം കൊണ്ടല്ലേ നമ്മൾ. പക്ഷെ ആ സമയത്ത് തോന്നാത്തത് പിന്നീട് തോന്നി. പിന്നീട് നമുക്ക് ഒരു ടേക്കും കൂടെ അങ്ങോട്ട് എടുത്തിരുന്നെങ്കിൽ അത് ഇടായിരുന്നെന്നൊക്കെ തോന്നും. അപ്പോഴത്തേക്കും ലൈറ്റ് കൂടെ അതിന് വിട്ടേക്കണം. എനിക്ക് 2 തവണ ഒരു സംഭവം പറ്റി. ഒന്ന് ആക്സിഡന്റലി ഇതിനിടയ്ക്ക് നമ്മൾ കുറെ ഇന്നായി കഴിഞ്ഞല്ലോ. അപ്പൊ ആക്സിഡന്റ് തിരിച്ചപ്പോ സാർ അത് 1 more ഇങ്ങനെ ഞാൻ കൈപൊക്കി പറയുകയും ചെയ്തു. അവിടെ ഇരിക്കുന്ന ആരെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇങ്ങനെ വിറക്കി. അപ്പൊ സാറ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒന്നും കൂടി പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ പറ്റി പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വന്നാലും വീണ്ടും വണ്ടിയിൽ പോകുമ്പോൾ അതിലും എന്തെങ്കിലും ചെയ്യായിരുന്നു. ഓഫ് കോഴ്സ് ചേട്ടാ, ഞാൻ ഇവിടുന്ന് നേരെ പോയാണ് ഖലീഫ ജോയിൻ ചെയ്തത്. അപ്പൊ ഖലീഫ ജോയിൻ ചെയ്തിട്ട് രാജചേട്ടനായിട്ട് ടോക്ക് ടു ലോട്ട്. അപ്പൊ ഞാൻ രാജചേട്ടനോട് ഞാൻ നൈസായിട്ട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ വരാറുണ്ടോ? ഇപ്പം എപ്പോഴാണ് ഈ തോട്ട് മാറുന്നത്? അതായത് നമ്മൾ ഒരു തവണയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയി ചെയ്യായിരുന്നു, അത് തലയിൽ ഭയങ്കര കിടന്നിട്ട് എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എപ്പം മാറും എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു അത് മാറത്തില്ല, അത് മാറിയാൽ നീ ഒരു നല്ല നടന്നു പോകത്തില്ലെന്ന് പറഞ്ഞു. സോ ലൈക്ക് നൈസ്. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാജാനബാദ് ലെജൻസിനും ഉണ്ട്. ആൻഡ് ഈസ് ലൈക്ക് അത് മാറത്തില്ല, അത് മാറിയാൽ എല്ലാം കഴിഞ്ഞ് നടനില്ല. അത് നിന്റെ തോട്ട് മാറി നിനക്ക് ഇതിലും ബെസ്റ്റ് ടേക്ക് ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റിയാൽ നീ ഒരു നല്ല നടനാവില്ല. അപ്പൊ ആ തോട്ടമുള്ളത് നല്ലതാ, എനിക്കും ഉണ്ട് നിനക്കും ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ കാം ഡൗൺ ചെയ്തായിരുന്നു. നമുക്കത് തോന്നാറുണ്ടെങ്കിലും നമ്മളത് എടുത്തിട്ട് ഓക്കെ എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിരിക്കും. പക്ഷേ നമ്മൾ സജ്ജൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയിലായിരിക്കും പുള്ളി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇങ്ങനെ മറ്റേ ഫ്രണ്ട്സിൽ ജയറാം ലാസ്റ്റ് ഇരിക്കുന്നുണ്ടാവും. എന്താ നോക്കും
അതല്ലാതെ നേരത്തെ ടേക്ക് അത് ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ, അത് ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ, അത് അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി എന്നടാ ശിറാന്ന് പറഞ്ഞ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോ അല്ല, ആദ്യം 1-2 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഓക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാം, എങ്ങനെയായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ആലോചിക്കാം. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം കുറച്ചധികം ടേക്ക് പോകുമ്പോൾ സാറ് തന്നെ നമുക്ക് മോണിറ്ററിൽ നമുക്ക് കാണാം. കാണിച്ചു തരാറുണ്ട്. അപ്പൊ അത് ഹെൽപ്ഫുൾ ആവാറുണ്ട്. മോണിറ്ററിൽ, കാരണം നമുക്ക് പേടിയാണല്ലോ, മോണിറ്ററിന്റെ ഏരിയ പോകാൻ തന്നെ പേടിയാണ്. ഇത് കാണാൻ പാടുണ്ടോ, പറ്റുമോ ഇല്ലയോ. ഞാനും പ്രകാശ് എന്ന ഷോട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കും നല്ലതാണ്. അപ്പോൾ ഐ തിങ്ക് ഒരു പ്രാവശ്യം പ്രകാശ് തന്നെ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്ന് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം സാറ് ഈ 3-4 ടേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനും മടുക്കുമല്ലോ, സാറ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഇത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പം നമുക്ക് കാണാം എന്താണ്, എന്നിട്ട് ഐ കൻ ഡു എ ബെറ്റർ സ്റ്റഫ്. മോണിറ്റർ ഒന്ന് കണ്ട, പക്ഷെ അത് അവിടെ ആരും സമ്മതിക്കാത്ത, അത് ആരും സമ്മതിക്കാത്തതുകൊണ്ടല്ല, ഉള്ളിലുള്ളൊരു തുടക്കക്കാരന്റെ പേടി കൊണ്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ. ഒന്ന് ആലോചിച്ച് നോക്കാം, പണ്ട് കാലത്ത് ഒന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ആക്ടേഴ്സ്. ഞാൻ അതും ചോദിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇപ്പൊ ഫിലിമിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നു, അത് ഒന്നുമില്ല, അത് ആക്ടറിനുള്ള വിശ്വാസം കൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു. അത് അവിടുത്തെ DOP മാത്രമല്ല, അതൊരാളത് കാണുന്നില്ല. അതെ 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 അതെ, ഡയറക്ടർ ഉൾപ്പെടെ കാണുന്നില്ല. യെസ്, അതെ, എന്തൊരു ഫിലിമിൽ എടുക്കുമ്പോഴല്ലേ, ഫിലിമിൽ എടുക്കുമ്പോൾ മോണിറ്റർ ഇല്ലാത്ത കാലഘട്ടം. ഇതില് നിങ്ങൾ എല്ലാരും ഞാൻ മോണിറ്ററിന്റെ പിന്നിൽ വന്ന് നോക്കണുണ്ട്, എക്സെപ്റ്റ് ഋതു. മോണിറ്ററിന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കണ കണ്ടിട്ടില്ല. പുള്ളി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണല്ലോ, അത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അത് പക്കയായിരിക്കും. ഒന്നല്ലെങ്കിൽ ഒറ്റത്തേക്കിൽ ഓക്കെ, അല്ല ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ. അല്ല, എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു 1 more കൂടെ പോവല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് വെറുതെ അവിടെ പോയി നോക്കുന്നത്, എന്തായാലും 1 more പോകും. ചില സമയത്ത് ഇൻഫാക്ട് ചില സമയത്ത് അഗൈൻ പണ്ടത്തെ കാലം നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് അറിയില്ല. ചില സമയത്ത് തുടക്ക സ്റ്റേജിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം വലുതായിട്ട്, കാര്യം നമ്മൾ ക്യാമറയുടെ പുറകിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് എന്താണ്, ഒരു ഫീൽഡിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ സാമാന്യം നമുക്കൊരു അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഫ്രെയിമിൽ പോകാതെ ഒരാൾ കവർ ചെയ്യുമ്പോൾ അദ്ദേഹം കവർ ചെയ്യാതെ ഞാനൊന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി നമ്മൾ പലവരെയും കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അറിയാം. പക്ഷേ തുടക്ക സ്റ്റേജിലൊക്കെ ചിലപ്പോൾ പറ്റുമെങ്കിൽ അത് ചിലവർക്കൊക്കെ സ്വയം കാണുന്നത് ഇഷ്ടമല്ല. എനിക്ക് ആക്ച്വലി സ്വയം എന്നെ തന്നെ കാണുന്നത് എനിക്ക് സഹിക്കാനും കുറ്റങ്ങൾ മാത്രമേ അവിടെ കാണുള്ളൂ. അപ്പം ഞാൻ ചില സമയത്ത് നോക്കുന്നു, ഇൻ കേസ് ക്യാമറയ്ക്കൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം ലാസ്റ്റ് ഫ്രെയിമിലൊക്കെ നമുക്ക് ജസ്റ്റ് പൊസിഷനിങ് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് പൊസിഷനിങ്ങിന് വേണ്ടി എന്ന് വെച്ചിട്ട് നമ്മുടെ മുഖം ക്യാമറയിൽ വരാനല്ല, കുറച്ചും കൂടെ ചിലപ്പം നമ്മുടെ മൂവ്മെൻറ്റ്സിനൊക്കെ ചില സമയത്ത് ചിലവർക്ക് സഹായിക്കാം. പ്രകാശേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമ കഴിഞ്ഞു, നിങ്ങളെല്ലാവരും കുറെ റീൽസിലും അല്ലാതെ ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്ത കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഈ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത്, ഇപ്പൊ ഡയലോഗ് എഴുതുന്ന പോലും വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ്സ് പഠിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിനയിച്ചൊക്കെ പരിചയമുള്ള ആളിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്സ് എഴുതുന്ന ഒരു സിനിമയാണ്, ഡയലോഗ് പറയേണ്ടി വരുന്ന ഒരു സിനിമയാണ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്, അല്ലെ? കുറച്ചുകൂടി ഡ്രമാറ്റിക് ആയിട്ട്, കുറച്ചുകൂടി എഴുത്തിൽ കുറച്ചുകൂടി ഡെപ്ത് ഉള്ള കുറെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എങ്ങനെയാ അതിനെ കണ്ടത്? എനിക്ക് പ്രകാശനോട് ചോദിക്കാൻ കേട്ടോ, അത് ഞാൻ ഓരോരുത്തർ കഴിഞ്ഞിട്ട് പറയാം. ഫസ്റ്റ് ടൈം ഇപ്പം ഞാൻ നൈഫിൽ പഠിക്കുമ്പം അവിടെ മറ്റേ സ്ക്രിപ്റ്റൊക്കെ നേരത്തെ തന്ന് യു ഗെറ്റ് എ ഡേ അങ്ങനെയൊക്കെ. സോ ഐ വാസ് ലൈക്ക് ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ എഡീസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുവാണ്, എന്താണ് നമ്മുടെ എനിക്ക് ആ സ്ക്രിപ്റ്റ് നേരത്തെ പറയേണ്ട സാധനങ്ങളൊക്കെ തന്നിരുന്നെങ്കിൽ വായിച്ചു പഠിച്ച് മനപ്പാടമാക്കി പറയായിരുന്നു. തരാം എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പോലെ ഷോർട്ടിന് 5 മിനിറ്റ് മുമ്പ് ഒരു വെള്ളക്കടലാസിൽ എഴുതിക്കൊണ്ട് വരും ഒരു 5 ഡയലോഗ്. ഇതാ അല്ല ഇതിൻ്റെ, അപ്പം നമ്മൾ പഠിച്ച വെച്ച് എടുക്കുമല്ലോ, അല്ല ഇതിന്റെ അർത്ഥം, ഇതിന്റെ ഉൾ മീനിങ്, ഡെപ്ത് അതൊന്നും ഇവിടെ അറിഞ്ഞുകൂടാ. സാറിനോട് ചോദിക്കുക, സാറ് പറഞ്ഞ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് തുടക്കം ഡിഫിക്കൾട്ട് ആയിരുന്നു. ബിക്കോസ് എനിക്ക് മലയാളം വായിക്കുന്ന അങ്ങനൊന്നും വിഷയമൊന്നുമില്ല. ഇത് അപ്പം കിട്ടി ഡയലോഗ് മഗപ്പ് ചെയ്ത്. സോ പക്ഷെ എനിക്ക് മഗപ്പ് ചെയ്യാൻ എളുപ്പം, അതുകൊണ്ട് മഗപ്പ് ചെയ്ത് കാണപ്പാടം പഠിക്കും. ദെൻ ഈ പറഞ്ഞ പോലെ സാറ് ഇരുന്ന്
ഇനൗൺസിയേറ്റ് ചെയ്ത് നമ്മുടെ ഡിക്ഷൻ ശ്രദ്ധിച്ച് എല്ലാം ചെയ്തു തരുന്നതുകൊണ്ട് അതങ്ങനെ പോയി. പിന്നെ ഉദയൻ അങ്കിൾസ് റൈറ്റിംഗ് ഇസ് ഓൾസോ വെരി ഇറ്റ്സ് അത് എന്തൊക്കെ പറഞ്ഞാലും അത് ഒരു ഇതും കൂടിയുള്ള ഒരു സൂദ്നെസ്സും കൂടി ഉള്ളത്. അപ്പം അത് ഭയങ്കര കട്ടിയുള്ള സാധനം അവിടെ മാത്രമേ പോയിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉദയൻ അങ്കിൾ അങ്ങനെ എനിക്ക് തോന്നുന്നു മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ. എനിക്ക് തോന്നുന്നു ഇവരുടെ കുറേ കൂടെ പല സിറ്റുവേഷനിലും നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കുറേ കൂടെ ഫൺ റിലേറ്റഡ് കാര്യം, ആ ഏജ്, അവർ കടന്നു പോകുന്ന കുറേ ഇനിഷ്യൽ അവസ്ഥകളും അത് കഴിഞ്ഞിട്ട് ഉള്ള സമയത്തൊക്കെ കുറേ കൂടെ മോറലെസ് ഐ തിങ്ക് അവരുടെ ലാംഗ്വേജ് തന്നെയാണ് മോറലെസ്. പിന്നെ കുറച്ച് സ്റ്റേജിൽ എനിക്ക് പിന്നെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്ട് ഇത് ബൈ ഹാർട്ട് പഠിക്കണം. അതല്ല നമുക്ക് നമ്മുടെ രീതിയിൽ ഇത് പറയാം, ഇംപ്രവൈസേഷൻ ഒന്നും അവിടെ എക്സാക്ട് എന്താണോ ഇത് വെച്ചിരിക്കുന്നത് അത് എക്സാക്ട് പറഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ് എഴുതിയ ഡയലോഗ്സ് പഠിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി പാടായിരുന്നു സാറിന് മോഡുലേഷൻ ഫോളോ ചെയ്യാൻ. അത് ഞാൻ ഇന്ന പോയിന്റിൽ എത്തണം, ഇന്ന പോയിന്റില് നെക്സ്റ്റ് പറയണം എന്നൊക്കെയുള്ള ഇങ്ങനെ സാറ് പറയുന്നത് അത് എങ്ങനെ സാർ പെട്ടെന്നായിരിക്കും പറയാ, പക്ഷെ അത് എല്ലാം കറക്റ്റ് ആയിരിക്കും. മോഡുലേഷനിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കൃത്യം നീ അവിടെ പോണം, നീ അവിടെ പോണം, നമ്മളങ്ങനെ പറയുമ്പോൾ എന്താ കോപ്പായി കാണിക്കുന്നത്. നമ്മള് ഷൂട്ടിന്റെ സമയത്ത് അങ്ങോട്ട് എന്താ പറയാ എസ്കേപ്പ് ചെയ്ത് പോയെങ്കിലും ഡബിന്റെ സമയത്ത് നമ്മൾ പിടിച്ചു. അവിടെ ഉച്ചാരണത്തില് അവിടുന്ന് വെള്ളം കുടിച്ചു. സാറ് തന്നെ അവസാനം ഒരു ട്രിക്ക് എന്ന രീതിയിൽ സാറ് പറഞ്ഞു ഫോൺ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് ഞാനും റിനോഷും തമ്മിൽ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഇരുന്നുള്ള സീനിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ട് ഒരുപാട് ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ സാറ് പറഞ്ഞ് ഇത് ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തും 2 ക്യാമറ ഷെയർ എടുക്കുന്ന പെട്ടെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം സമയമില്ല. സാറ് പറഞ്ഞ് ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യും. സാറ് പറയുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്ത് മാറിപ്പോയിരുന്ന് അത് കേട്ടാണ് പറഞ്ഞത്. ഈ ട്രിക്കൊക്കെ നിനക്ക് ഇറങ്ങി ഇതൊക്കെ എന്ത് പുതിയ ട്രിക്ക്? എന്നെയൊക്കെ ഡബിംഗ് സ്റ്റുഡിയോ ഇറങ്ങി. റിനോഷിനെ കുറച്ച് അവന് മലയാളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം മംഗ്ലീഷിലായിരുന്നു എനിക്കൊന്ന് ഋത്വിക്ക് എഴുതി കൊടുത്തിട്ട് ആണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൂടെ കൊണ്ട് സാറ് അപ്പം തൊട്ടാണ് സാറ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ കേട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അത് കൈയടി കിട്ടിയതല്ലേ, റിനോഷിന് കൈയടി കിട്ടി, റിനോഷിന് ആദ്യം കൈയടി കിട്ടി. പിന്നെ ഋതുവോടൊന്ന് പഠിക്കാൻ തുടങ്ങി, പക്ഷെ കൈയടി കിട്ടിയല്ലേ. അതെ, ഫസ്റ്റ് ടേക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പൊ തന്നെ അത് ഞാനോ ഓക്കെ ആയോ. എനിക്ക് അയ്യോ അത് ഞാൻ എന്റെ ജീവിതത്തെ ഞാൻ മാറ്റി. എനിക്ക് ആ സ്ക്രിപ്റ്റ് കിട്ടുന്നത് എന്റെ കയ്യിലോട്ട് പ്രിന്റഡ് കോപ്പി വരുന്നത് just 2 minutes before. എഞ്ചിനീയറിന് എടുക്കാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ആക്ച്വലി എന്നെ ഇൻഫോം ചെയ്തത് ത്രൂ ദ ടീം ദാറ്റ് എൻട്രി മാത്രമേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞ പോലെ എൻട്രി കഴിഞ്ഞിട്ട് എല്ലാരും നിൽക്കുകയാണ് ഇങ്ങനെ എന്നെ നോക്കിയിട്ട്. ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല. ഡയലോഗ് പറഞ്ഞോളൂ പ്രകാശ് എന്ന് പറയുന്നുണ്ട്. എവിടെ അത് 10 pages ഉണ്ട്. അത് കോമഡി അതല്ല. അപ്പൊ പ്രകാശ് ചേട്ടൻ ഡയലോഗ് പഠിച്ചിട്ട് കഷ്ടപ്പെട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ നമുക്ക് കാണാൻ ഓർത്തിട്ടൊക്കെ പറയുന്നത്. അതെ, അപ്പൊ ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഓർക്കാൻ തന്നെ ആ സമയത്ത് നാച്ചുറലായിട്ട് ഇതിൽ മാത്രമല്ല കഴിഞ്ഞ സിനിമയിലും ഉണ്ടായിരുന്നു. എനിക്ക് മാത്രം ഡയലോഗുള്ളതും ബാക്കി 3 പേരും വെറുതെ കാറിയിരിക്കുന്നതും ഇതേപോലത്തെ 4-5. ആ സമയത്ത് ഡയലോഗ് മറന്നിരിക്കുക. അടുത്ത എങ്ങോട്ടെന്ന് പോലും അടുത്തിരിക്കുന്നത് ലാലേട്ടനെ പോലത്തെ ആൾക്കാരാ. അവരൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു തലേ ദിവസം വരെ. പക്ഷേ ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സീനായിരുന്നു. അപ്പം ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇനി 4 പേരും കൂടെ പറഞ്ഞു തീർക്കണം. പക്ഷെ കോണ്ടെക്സ്റ്റ് ഒക്കെ അറിയാം. പക്ഷെ അടുത്ത തുടങ്ങുന്ന ആദ്യത്തെ വാക്ക് പോയി. പിൻ ഡ്രോപ്പ് സൈലൻസില്ല കാണുന്നത്. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ആ വാക്ക് കിട്ടിയാ പോകും. സാരമില്ല ഇതേ അവസ്ഥയാണ് ഇപ്പൊ ഈ പറഞ്ഞ് ഇതിന്റെ ഇടയില് ഗുണത്ര അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു കേട്ടോ. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പുറത്തിരുന്നിട്ട്, അതായത് പ്രകാശേട്ടന് 2-3 പേജ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ
രജി സാർ പെട്ടെന്ന് ഒരു പേന പേപ്പർ എടുത്തേക്ക് വന്നു. ഞാൻ അടുത്ത പേനയും പേപ്പർ കൊണ്ട് നോക്കുമ്പോ ഉദയേട്ടനും രജി സാറും കൂടി ഇരുന്നിട്ട് എഴുത് അടുത്ത ഇത് ഇത്രയും അപ്പൊ ഇത് മുഴുവൻ അതായത് ഇത് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ ഞാനൊരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിൽ വരണം, ആ പോയിന്റിൽ ഇന്ന കാര്യങ്ങൾ പറയണം, അത് കഴിഞ്ഞ് ഇതിന്റെ നടുക്ക് വരും, ആ നടുക്ക് വന്നിട്ട് അതിന്റെ ടോൺ മാറും. ടോൺ മാറി പിന്നെ അടുത്തിരിക്കുന്ന ആളോട് ഫുള്ളി വേറെ ലെവലിലുള്ള ടോണിൽ ആ പേജ് തീർത്ത് തിരിച്ചിവിടെ വരുമ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് പോണം. ഇത് മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേക്കും വെരി ഗുഡ്. അങ്ങനെയാണ് പ്രകാശിന്റെ ഇടയിൽ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിക്കാത്ത 2 വാക്കുകളുള്ള 2 ലൈനും കൂടെ അതും കൂടെ ചേർത്തോളാൻ പറഞ്ഞു. ഇവിടെ തൊട്ട് തുടങ്ങാൻ ഒന്ന് ആലോചിച്ച് എക്സ്ക്യൂസ് മീ, എനിക്ക് 1/2 മണിക്കൂർ പോലും കിട്ടിയിട്ടില്ലത്. ഈ വേറെ വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാത്ത കുറെ വാക്കുകൾ ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തിനകത്ത് കണ്ടുവരുന്നത്. ഇതൊക്കെ ഇതിന്റെ അർത്ഥം എന്താ അതും ചോദിക്കാൻ പേടി. പിന്നെ ഉദയനാക്കൾ ഉള്ളതായിരുന്നു എനിക്ക് അവിടെ ഏറ്റവും. ഞാൻ ഈ ഉദയനാക്കൾ വിളിക്കുന്നത് ബിക്കോസ് എനിക്ക് നേരത്തെ മുൻപ് അധികം പ്രായമുണ്ടല്ല അധികം എന്നോട് എന്ത് വഴക്കാരെന്ന് പറയാൻ പറ്റേ അവരഭിമാനമൊക്കെ പോകുമ്പോൾ ഞാൻ ഉദയനാക്കൾ വിളിക്കാൻ നേരത്തെ അവര് പോകുമ്പോഴെങ്കിലും ഉദയേട്ടാന്ന് വിളിക്കണം. ഉദയനാക്കള് ഞാൻ ഇവിടെ നിന്നുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും അടുപ്പം തോന്നി. ഈസ് വെരി ക്യൂട്ട് ഓൺ സെറ്റ്സ് ഓൾസോ. ടെഡിബെയർ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ മാറിയിരിക്കുന്ന കാണാം. ഒരു ഒറ്റ തവണ ഞാൻ ഉദയനാക്കളുടെ ഒരു ഡൾ ഫേസിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഒരു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഒരു ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പൊ അവിടെ ഉദയനാക്കളായിട്ടുള്ള ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ട് അപ്പം ഉദയനാക്കളാണ് ഈ സ്ക്രിപ്റ്റ്. അപ്പം ഞാനും പാപ്പിയും കൂടെ ഡിസ്കസ് ചെയ്ത് നിജാദും കൂടെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് സിനിമയ്ക്ക് മുന്നേ ഉദയനാക്കളുടെ സിനിമകൾ എഴുതിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ദിലീപേട്ടൻ്റെ പടങ്ങൾ, പിന്നെ പോക്കിരി രാജ, 2020 എല്ലാം ആ ഫൺ നമ്മളിപ്പോഴും നമ്മൾ ചൈൽഡ്ഹുഡ് മേക്ക് ചെയ്ത പടങ്ങൾ ഉദയനാക്കൾ എഴുതിയേക്കുന്നത്. അപ്പം ഞാനും പാപ്പി അതൊക്കെ കണ്ട് പ്രകാശ് ചേട്ടൻ്റെ ഒരു സീനിന് മുന്നെയാണ് ഇതൊക്കെ. ഞങ്ങൾ ആ പിറ്റേ ദിവസം വീട്ടിൽ ഇരുന്ന് 2-3 ഉദയനാക്കൾ സിനിമ കണ്ട് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് അമേസിങ് സ്ക്രിപ്റ്റ് ആയിരിക്കും പ്രകാശന് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പം ഞങ്ങൾ കാണുന്ന വെട്ടിക്കെട്ട് ഡയലോഗുകളൊക്കെ ഇതെന്താ ഇത് ഉദയനാക്കളുടെ പുതിയ പരിപാടിയാന്നൊക്കെ പറഞ്ഞ് എഴുതി അത് പ്രകാശന്റെ തലയിൽ പോയി. നമുക്ക് വിഷയമില്ലല്ലോ ഇവരുടെ ആണെന്ന് ഇവര് വിചാരിച്ചിരിക്കുമ്പോ ഉദയനാരാമോൻ അപ്പൊ ഞങ്ങള് ഇച്ചിരി കൂടെ പണി കൊടുത്തേക്കാം അതിന്റെ ഇടയിൽ നമുക്ക്. അപ്പം അടുത്ത് ഞാൻ നിജാദും പറഞ്ഞു എടാ നമുക്ക് ഓക്കെ നമുക്ക് ഇതിൽ ചെറിയ സാധനം വരും. അപ്പൊ ദേ വരുന്ന അടുത്ത ഞാൻ എന്റെ 25 വയസ്സ് ഇതുവരെ കേൾക്കാത്ത കുറെ വാക്കുകളുമായിട്ട് ഞങ്ങൾ ചോദിച്ചു. എന്റെ അമ്മോ ഇതൊന്നുമില്ല. എനിക്ക് ഉദയേട്ടന്റെ ഇതിലും ഭയങ്കര കോമഡി തോന്നിയൊരു സാധനം എന്താ പറയുക, നമ്മുടെ പാട്ടിനകത്ത് എഴുതി വെച്ചിരുന്ന പ്രകാശ് സാറിനെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ബാക്കി എല്ലാവരും ബോണ്ടിങ് നമ്മൾ ബോണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആ പാർട്ടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഞാൻ നോക്കിയപ്പം ഒരു ദിവസം ഇരുന്ന് റീല് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ കളറിപ്പൈറ്റ് പ്രൊഡ്യൂസറിന്റെ കളറിക്കാരെ അറേഞ്ച് ചെയ്തു. അയ്യോ അങ്ങനെയല്ല, റീല് കണ്ടോണ്ടിരിക്കുമ്പോഴേ ഒരു കള്ളനോട്ടം ഉണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് നിജാദ് ഡോൺ ഇങ്ങ വന്നേടാ നിനക്കൊക്കെ കളരി അറിയോ? ചുമ്മാ ചോദിക്കും നിനക്കൊക്കെ കളരി MMA ഒക്കെ അറിയോ? തള്ളാലോ. പിന്നെ ഞാൻ ഞാൻ കളരിയാണ്. പ്രേമ കളരിക്കാരും MMA ഒക്കെ ഓരോ റീലാണ് ഒരു കുതിരയെ കണ്ടു. കുതിരനെ കണ്ട് ഈ ട്രിക്കിൽ വരുമ്പോ സജൽ നിനക്ക് കുതിര ഓടിക്കാൻ അറിയാലോ. അപ്പൊ തള്ളു ചെറുതായിട്ടൊക്കെ. പ്രേമ 5 കുതിര. വെള്ളക്കുതിര. ആ പാട്ട് സീനിൽ നിങ്ങൾ ഒരു 5 വെള്ളക്കുതിര കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് പറയുന്നത് കഥകൾ കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് കടിച്ചില്ലേ? എനിക്ക് കടി കൊണ്ടു, കുതിര കടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ കുതിര കടിച്ചത് ഞാൻ കേട്ടത്. അത് എനിക്ക് കടിക്കുന്ന കാണുന്ന കുതിര കടിക്കാൻ കുതിര കടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. റാബിസ് വാക്സിൻ എടുക്കണമായിരുന്നല്ലോ. അപ്പൊ റാബിസ് വാക്സിൻ എടുക്കാനായിട്ട് നഴ്സിന്റെ അടുത്ത് പോയിട്ട് റാബിസ് വാക്സിൻ എടുക്കാനെന്ന് പട്ടി കടിച്ചോ? അല്ല കുതിര അല്ല പട്ടി കടിച്ചോ? അല്ല നമ്മുടെ പട്ടിയില്ല. പൂച്ചയായിരിക്കും അല്ലെ? അവർ പൂച്ചയില്ല, പിന്നെ കുതിരയാ. അവർ ആദ്യമായിട്ട് കുതിര കടിച്ച ഒരാള് റാബിസ് വാക്സിൻ അവര് ഫോട്ടോ കുതിര കടിച്ച ആദ്യത്തെ മനുഷ്യനാന്നൊക്കെ പറഞ്ഞു. ഇവന്റെ കുതിര കടിച്ചിട്ട് ഇത് ഫണ്ണി ആണേലും പോവും. ഞങ്ങളെല്ലാം വീഡിയോ ഉണ്ട്. പോകുന്ന വഴി ഞാൻ പെട്ടെന്ന് നോക്കാൻ സൗണ്ട് കേട്ടു. കുതിരക്കിട്ട് ഇയാള് തലക്കിട്ട് മറ്റേ കുതിരനെ അടിക്കുന്നു. ഇയാൾ എന്ത് കാണിക്കുന്നു? കുതിരക്കിട്ട് അടിക്കുന്നു. മറ്റേ ക്യാമറ ഇപ്പൊ നോക്കിയപ്പോ കാലെ കടിച്ച് കുതിര അങ്ങ് പൊക്കി വിട്ടു. അതായത് സജല് ഓടിച്ചുകൊണ്ടിരുന്ന കുതിരക്ക് ചെറിയൊരു വട്ട്. ആദ്യത്തെ സംഭവം അങ്ങനെ ആയിരുന്നില്ല.
അതേസമയം എനിക്ക് അത്യാവശ്യം കുതിരനെ കുറച്ച് ഞാൻ ഇതിന് മുന്നേ ഓടിച്ചിട്ടുണ്ട്. എനിക്കറിയാം കുതിരനെ ചെറുതായിട്ട് ഓടിക്കാൻ അറിയാം. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം കിട്ടിയ കുതിര വാസ് ലൈക്ക് സോ പാവം കുതിര. ഒരു പൂക്കി കുതിരയായിരുന്നു. ആരുടെ ഫ്രണ്ട് അതിന്റെ ഒരു കയറിയിരുന്ന് ഓടിച്ചു. അപ്പം എല്ലാരും കണ്ടു, ഓടിരുന്ന് എല്ലാരും കണ്ടു. അപ്പം സാറ് അവന് ആ കുതിര ഓക്കെ ആണെന്ന് തോന്നുന്നു. അവൻ അങ്ങനെ ഓടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇരുന്ന കുതിരയായിരുന്നു അവന് കുതിര ആക്ച്വലി കൂട്ടത്തിൽ ഓടിക്കാൻ അറിയുന്നത് അവനാണ്. കൊടുത്തേക്കാം. അതെ, അങ്ങോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ആ കുതിരയാണ് ഇടവും അറിയില്ല വലവും അറിയാത്തൊരു കുതിര. ഞാൻ ഇടത്തോട്ട് പിടിക്കുമ്പോൾ വലത്തോട്ട് പോകുന്നത്. ഞാൻ ആ കുതിരയെ വിട്ടുപോയത് ആ കുതിരക്ക് ഇഷ്ടപ്പെട്ടിട്ടാണില്ല, അതുകൊണ്ടായിരിക്കും കടിച്ചത്. ഈ മറ്റേ വേറെ കോമഡി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവനെ ആ കുതിരക്കാരെ കൊണ്ടുവന്ന നിജാദ് ഇരിക്കുന്ന കുതിര ഈ പറഞ്ഞ പോലെ അവരുടെ റേസിംഗ് ഹോസ്. സോ ദേ വർ ലൈക്ക് ദിസ് ഇസ് എ റേസിംഗ് ഹോസ്. അവർ പറഞ്ഞത് ഞങ്ങളുടെ റേസിംഗ് ഹോസ് ആണ്. അപ്പം പക്ഷെ ഇവന് നല്ല പേടിയുണ്ട്. ഇവന്റെ മോങ്ങനെ ഒരു കുഴപ്പമില്ല. അവൻ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ബാലൻസ് കിട്ടിയപ്പോ എന്റെ കുതിര എന്ന് പറഞ്ഞാൽ അടിച്ചാലും നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നീ ഇത് ഓടിച്ചോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇവൻ ആ കുതിരക്കാരായിട്ട് എന്തോ മിണ്ടുന്ന കേട്ടു, ഇങ്ങനെ കാണിക്കുന്ന കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അവന് പേടിച്ചിട്ടായിരിക്കാം. ഞാൻ കയറി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞപ്പം ഷോട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ ചേട്ടന്റെ പുള്ളിയുടെ ഡയലോഗ് നല്ല രീതി, ഡേയ് കുതിരയൊക്കെ ഓടിക്കാൻ അറിയാവണേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആ കുഴപ്പമില്ല കേട്ടോ അറിയാം. എവളാണ് അസ്ത്രം വിടുന്ന പോലെ പോകും. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എന്തോന്ന്, ഇവളാണ് ഇവിടുത്തെ ഫാസ്റ്റ് ഹോസ്, അസ്ത്രം വിടുന്ന പോലെ പോകും. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അത്രയൊന്നും ഓടിക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, ഹൗ ഡു യു ടേക്ക് ദിസ് ഫോർവേഡ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു അതിന്റെ വയറ്റത്തിട്ട് ഇങ്ങനെ ചവിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ കുതിരയുടെ വയറ്റത്ത് ഞാൻ തൊടുമ്പോൾ ഇതിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുക. എല്ലാം കഴിഞ്ഞ് ടേക്കിന് മുമ്പ് ആ ചേട്ടൻ വന്നിട്ട് പറയാ, സൂക്ഷിച്ച് ചവിട്ടണേ, അവള് പ്രഗ്നന്റ് ആണ്. എന്റെ പൊന്നെ എന്ന് പറഞ്ഞ ആക്ഷൻ വിളിച്ച് എനിക്ക് ഒരു ചവിട്ടി ഓട്ടിട്ട് ഈ പറഞ്ഞ പോലെ അസ്ത്രം വിടുന്ന പോലെ ഒറ്റ പോക്ക് ഈ കുതിര എന്നെ കൊണ്ട് പോയി. പാണ്ടിപ്പടലിൽ ദിലീപേട്ടൻ പോകുന്ന ഞാൻ പോവാ. ക്യാമറയും കഴിഞ്ഞു ഒരു റൗണ്ട് ഒക്കെ അടിച്ച എന്തോ ഭാഗ്യത്തിന് അത് തിരിച്ചു വന്നു. ഓടിച്ച് ലാസ്റ്റ് സജൽ കുതിരയെന്ന് വീണു. എന്നിട്ട് സജലിനെ ആ കുതിര ഓടിച്ചു. എന്നിട്ടാണ് സാർ കട്ട് പറഞ്ഞത്. അവൻ ഓടി, അവൻ ആ ഏരിയന്നേ ഓടി. പറ്റുന്നത് ഓടുന്ന പോലെ കുതിരനെ വിട്ടിട്ട് ഓട്ടോ. അല്ല, ഉദയേട്ടന് പ്രത്യേക നന്ദി എന്നെ അറിയിക്കണം. ഉദയനങ്കളിനും ഉദയനങ്കളുടെ ആൽഗോറിതത്തിനും 1000 അതാണ് ഇത്രയും പറ്റിച്ചത്. ഞങ്ങൾ എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ. വേറൊരു സിനിമയിൽ പോണ സമയത്ത് നിങ്ങൾക്ക് പറയാലോ, കളരി അറിയോ, പിന്നെ ചെയ്തിട്ടുണ്ട്, കുതിര അറിയോ, കാര്യം. എന്നിട്ട് ഇവര് പറയുമല്ലോ, നമ്മൾ ഒരുമിച്ച് റൂമിലേക്ക് താമസിക്കാറ്, ഇനി രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു കുതിരയുടെ ശബ്ദം നീ കേൾക്കുന്ന പോലെ എന്നൊക്കെ പറയും. നേരത്തെ ഉദയന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത്, എൻ്റെ ഒരു സീനിൽ ഉദയം വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു ഇപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ ഡയലോഗിനും നല്ല ഇടിവെച്ച് കൊടുക്കണം കേട്ടോ. സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ നല്ല ഇടിവെച്ച് കൊടുക്കണം. ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു അച്ഛൻ പറയുമ്പോൾ, ഒരു ഇന്നസെൻസ് ഉള്ള ഒരു അച്ഛൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര കിട്ടിക്കാൻ തന്നെ ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. ഇങ്ങനെ നല്ല അത് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്ന ഒരു അച്ഛൻ. അതായത് സാധാരണ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിവെച്ച് എടാ പറയുന്നതിന് നല്ല ഇടി വെച്ച് കൊടുക്കണം. ഈ ഉദയനക്കളുടെ ഈ ഞാൻ പാപ്പിയോട് പറഞ്ഞു, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സോ കോൾഡ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഉദയനക്കളുടെ. ബിക്കോസ് അദ്ദേഹത്തിന് കാണാനും ഒരു പള്ളിയിൽ അച്ഛൻ ഒരു ഭയങ്കര ഒരു ചൈതന്യമുള്ള വെരി ക്യൂട്ട് പേഴ്സൺ. അപ്പൊ ഇങ്ങനെ ക്യൂട്ട് ആയിട്ട് ഞാൻ പറഞ്ഞു, പാപ്പി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉദയനക്കളോട് സീൻ ചെയ്യണം. ഈ പറഞ്ഞ പോലെ പ്രകാശേട്ടൻ പറഞ്ഞ പോലെ മോനെ നല്ല ഇടി വെച്ച് അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് ഭയങ്കര ലാളനയും നല്ല അടി വെച്ച് കൊടുക്കണം കേട്ടോ. ഭയങ്കര ക്യൂട്ട് സീനായിരുന്നു. ബിക്കോസ് ഈ സോ ആപ്റ്റ് ഒരു വള്ളിയിലച്ഛൻ അതിനകത്ത് ഭയങ്കര രസമായിരുന്നു കാണാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സാർ അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് അവിടെ ഓടി നടക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അത് കണ്ടിട്ടില്ല. പക്ഷെ ആർക്കെങ്കിലും കാരണം മോഡുലേഷൻ ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു സീനിൽ അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഫിറോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫിറോസ് ഒരു സിഗരറ്റ് വിളിച്ചിട്ട് വീഡിയോ കോൾ എല്ലാവരും ചെയ്യുന്നൊരു സാറിൻ്റെ ഒരു, അപ്പോൾ സാറ് വന്നിങ്ങനെ കാണിച്ചു തരുന്നു, ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് കാണിച്ചിട്ട്
ഒന്ന് ഊതിയിട്ട് തിരിഞ്ഞു വന്നിട്ട് സർ സർ എന്ന് പറയുന്നൊരു സാധനം. പക്ഷെ ആ സമയത്ത് എൻ്റെ ആ ദിവസം വലത്തെ വശത്ത് എഴുന്നേൽക്കേണ്ടത് ഞാൻ ഇടത്ത വശത്ത് എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല. ആ ദിവസം ഫുള്ള് പോക്കായിരുന്നു, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒന്ന് കഴിഞ്ഞ് ടേക്ക് കഴിഞ്ഞ് 2 കഴിഞ്ഞ് തെറി കേട്ട് 3-ാമത്തേന് തെറി കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എന്നിട്ട് അവസാനം സാറ് പറഞ്ഞു സിഗരറ്റ് വേണ്ട, നോക്കിയിട്ട് സർ സർ എന്നുള്ള മാത്രമായി. കാരണം സിഗരറ്റ് നല്ലൊരു സീനായിരുന്നു, അത് ഷോർട്ടായിരുന്നു. പക്ഷെ അത് സിഗരറ്റ് പിന്നീട് ഒഴിവായിട്ട് സാറ് വന്ന് കാണിച്ചു തന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. പിന്നെ അത് വെറും സർ മാത്രമായിട്ടുള്ളൊരു സീനായി മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഉണ്ട് സാർ, എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട് ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞിട്ട്. അത് ഒരു നമ്മുടെ വെരി ഫസ്റ്റ് സീൻ പ്രകാശന്റെ നമ്മളോട് ഉള്ള സീൻ സാർ എന്നോട് ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യും. സോ അത് ഇങ്ങനെ അത് തന്നെ നിന്ന് കോപ്പി ചെയ്യുന്ന അത് കുറെ എളുപ്പമായിട്ടുണ്ട്. സാറിന്റെ മോഡുലേഷൻ സാർ ഡിക്ഷൻ ഒക്കെ പറഞ്ഞു തരുന്ന പോലെ അതും സാർ ഇടയ്ക്ക് വളരെ അപൂർവമായി സാർ അഭിനയിച്ച് കാണിക്കും. അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് എനിക്ക് സാറ് കാണിച്ചത് ഒരു സീനിൽ സ്റ്റേഷനിലിരിക്കുന്ന സീനാണ്. അപ്പൊ എന്റെ എൻട്രി എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കസേരയിൽ പോയി ഇരുന്നിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യണം. സാറ് മീശ വിരിക്കാൻ പറഞ്ഞു. ഞാൻ എത്ര പിരിച്ചിട്ടും ശരിയാവുന്നില്ല. അവസാനം സാറ് വന്നിട്ട് മീശ പിരിച്ച് കാണിച്ചു തന്നു, എങ്ങനെ വേണം പിരിക്കാൻ. സാറ് എങ്ങനെ പിരിച്ച് കാണിച്ചു തന്നപ്പോ സാറ് മീശ പിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മോഹൻലാൽ സാറിനെ കൊണ്ട് മീശ പിരിപ്പിച്ച ആളാണ് ഈ സാർ. ഈ മീശ പിരിച്ച കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. സാർ ഒരു പ്രാവശ്യം ഒരു സാധനം വന്ന് കാണിച്ചു തന്നു. യുനോ ബോബി അങ്കിൾ സിനിമയിലുണ്ട്. അപ്പൊ അദ്ദേഹം ഒന്നാമത് പാവം തുടക്കത്തിന്റെ എന്നെ റീലേക്ക് കാണിക്കുക, കണ്ടോടാ മോനെ എന്നെ ഇങ്ങനെ ചവിട്ടി എന്നെ വലിച്ചിറക്കി, അപ്പൊ ഇവിടെ ഒടിയോ നോക്കിയും കണ്ടൊക്കെ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞു പ്രകാശേട്ടൻ ചവിട്ടുന്നു, ഞാൻ പിടിക്കുന്നു. ഫസ്റ്റ് ഷോട്ട് ഞാൻ താഴെ ഇട്ടു, അദ്ദേഹത്തിന്റെ ഡിസ്കിന് എന്തോ പറ്റി. സെക്കൻഡ് ഷോട്ടും പറഞ്ഞു സാരമില്ല മോനെ, ഇതിനകത്തെങ്കിലും നീ ചെയ്താന്ന് പറഞ്ഞ് അടുത്ത ഒരു ചവിട്ട് പുള്ളിയുടെ റിബ് ഒടിഞ്ഞു. പ്രകാശേട്ടൻ്റെ ഒരു ഇടിയും കിട്ടി, എൻ്റെ ഒരു ചവിട്ടും കിട്ടി. ഇങ്ങനെ തളർന്നുത്തിയിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി, ബിക്കോസ് എനിക്ക് ഹേർട്ട് ചെയ്തു, അദ്ദേഹത്തിന് ഹേർട്ട്, എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബോബി അങ്കിൾ ഇങ്ങനെ പ്രകാശേട്ടൻ്റെ കയ്യിൽ മറ്റേ അഴയിലൊക്കെ ഇങ്ങനെ വിരിച്ചേക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുക. സാർ വന്നിട്ട് പറഞ്ഞു അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞു ഡോൺ നീ ചെല്ലുക, ചെന്നിട്ട് അവന്റെ കരണം നോക്കി പറഞ്ഞാൽ കൊടുക്കണം. ഇത്തരം ചെയ്ത് അടിയുടെ ആഘാതത്തിൽ അവന്റെ കണ്ണാടി തെറിച്ച് പോകണമെന്ന് പറഞ്ഞു. സാർ എനിക്ക് യു റിമെമ്പർ 5 ടേക്കായി 6 ടേക്ക് എനിക്ക് പേടിച്ചിട്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ സാറ് മൈക്ക് താഴ്ചിട്ട് ഓടി വന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്ന ഒറ്റയടി കണ്ണാടി ഞാൻ നോക്കുമ്പോ പറന്ന് ആ പറമ്പിൽ ചെന്ന് ഇങ്ങനെ അടിക്കണം എന്ന് പറഞ്ഞപ്പോ രഞ്ജിയേട്ടാ അത് കൊണ്ടു ചിലപ്പോ കൊള്ളും. നടുവൊടിഞ്ഞ് റിബൊടിഞ്ഞ് മറ്റേ അഴയില് മറ്റേ ഉണക്കത്തുണി ഉണക്കാനിട്ട പോലെ ഇങ്ങനെ കിടക്കും. അപ്പോഴാ പറഞ്ഞ മോനെ പയ്യെ അടിക്കാനാടാ, നീ ഇങ്ങനെ തട്ടി എനിക്ക് പറ്റുന്നില്ല, ടെൻഷൻ ആവുക, ഞാൻ ഒന്നാമത് ഹേർട്ട് ചെയ്തല്ലോ. അപ്പോഴാ ഇറങ്ങി വന്നിട്ട് ഒറ്റയടി അടിച്ചിട്ട് ഇങ്ങനെ അടിക്കണം. പറ്റത്തില്ല സാർ, ആ ചിലപ്പോ കൊള്ളേണ്ടി വരും എന്ന് പറഞ്ഞ് ബോബി അങ്കിള് പറയും നോക്കി അടിച്ചില്ല എന്റെ അവിടെ ഇങ്ങനെ നമുക്ക് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കും. ബോബിങ്ങളെ വെച്ചിട്ട് എടാ മോനെ ഇങ്ങ് വന്നേടാ, എന്താ ബോബിങ്ങൾ നോക്കി അടിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി ഞാൻ പറഞ്ഞു. അത് വീണ്ടും ടേക്ക് കൊടുക്കാൻ അയ്യോ ബോബിയുടെ തനതായ ശൈലിയിൽ തളർന്നിരിക്കുമ്പോഴും അതിന്റെ ഇടയ്ക്ക് ഭീഷണി. ഞാൻ വീട്ടിൽ പിന്നെ ഞാൻ വേറെ നോക്കത്തില്ല, നോക്കി അടിച്ച് ദേഹം നൊന്താ ഇവിടെ ഇട്ട് തീർത്തിട്ടേ ഞാൻ പോകും. അല്ല ഇപ്പൊ നമ്മളിരുന്ന് ചിരിക്കുക, ആ സമയത്ത് ടെൻഷൻ ആണല്ലോ അല്ലേ. ഓരോരുത്തർക്കും ഇഞ്ചുറി പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. ഇപ്പൊ ഈ കുതിരയുടെ കടി കൊള്ളുക, ഇതൊക്കെ അന്ന് ഇത് സംഭവിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓടുകയല്ലേ, എന്താ ചെയ്യാ, നെക്സ്റ്റ് ഷോട്ട് വേണ്ടതല്ലേ എന്നുള്ള. ഇപ്പൊ പറയുമ്പോ ചിരി. ഈ 10-90 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും ഒരുമിച്ച് എല്ലാരും തന്നെ ഉണ്ടായിരുന്നല്ലോ 10-90 ദിവസം. ആർക്കും അങ്ങനെ നിങ്ങളൊക്കെ തന്നെയായിരുന്നില്ലേ ഏറ്റവും എനിക്ക് കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കമ്പാരിറ്റീവ്ലി ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും ഒരു ഡ്യൂറേഷൻ നോക്കുന്ന സമയത്ത് ഈ 6 പേരും തന്നെയാണ് ഏറ്റവും കൂടുതൽ ദിവസം ഉണ്ടായിരുന്നത്. സോ ഓൾ ദീസ് 90 ഡേയ്സ് കഴിഞ്ഞ് ഷൂട്ട് കഴിയാറായി എന്നൊക്കെ പറയുമ്പോ ഇത് തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പും ഇത് ടുവേർഡ്സ് ദ എൻഡ് എങ്ങനെയായിരുന്നു വ്യത്യാസം? കേക്കട്ടെ, എങ്ങനെയാ ബോണ്ടിങ്? തല്ലുണ്ടായോ? നമുക്കറിയില്ലല്ലോ, ഞങ്ങള് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഈഗോ ക്ലാഷസോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ സാറ് പറഞ്ഞൊരു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, രഞ്ജിസറും ഉദയേട്ടനും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തമ്മിൽ ഉള്ള ഒരിക്കലും ഒരു ഈഗോ ക്ലാഷ്, ഈ പറഞ്ഞ പോലെ ഈഗോ എന്ന് പറയുന്ന സാധനം എല്ലാവരും തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. Obviously, I think the unity was വളരെ വിസിബിൾ ആയിരുന്നു ആക്ച്വലി, and it's good bunch of
യങ്സ്റ്റേഴ്സിൻ്റെ ആ ഏജും, പിന്നെ അത് മാത്രമല്ല എനിക്കൊന്ന് ഈ സിനിമയിൽ ഓൾസോ വളരെ ഭയങ്കര ഡിഫിക്കൽട്ടില്ല കുറേ പേരുള്ളൊരു സിനിമയിൽ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും, ഞാൻ കണ്ടെടുത്തോളം എഡിറ്റ് കണ്ടെടുത്തോളം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡെപ്ത് ഉണ്ട്, അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളുമുണ്ട്. നോട്ട് എൻ ഈസി തിങ് അറ്റ് ഓൾ അല്ലേ. സോ അതിനുള്ള വകുപ്പില്ല, പക്ഷേ ഐ തിങ്ക് ജനറലി ദേ ആർ ഓൾസോ വെരി സ്വീറ്റ് ബോയ്സ്. അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയില്ല എന്നാണെങ്കിൽ, അതായത് ഒരാളുടെ ഈ ചില സിനിമകളിൽ നമ്മൾ കാണാറുള്ളതാണ്, ഇപ്പം കാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഡയറക്ഷൻ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടൊക്കെ ഈ എനിക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞോ അവന് കൂടിയോ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു റിഫ്റ്റ് ഉണ്ടായിട്ടില്ല. എല്ലാം തുടക്കം ഒരു ചെറിയ കാമറാഡറിയിൽ തുടങ്ങി. when we ended, I think we are one of the closest friends. I got a lot of close friends from here. I'm sure they reciprocate the same feeling too. ഓഡീഷൻ വന്ന അന്ന് മുതൽ നമ്മളെല്ലാവരും ജെല്ലായതാണ്. അപ്പോൾ ഓഡീഷൻ അന്ന് മുതൽ അതിന് ശേഷം ഓരോരോ ഒത്തുകൂടാറുണ്ട്, എല്ലാവരും പുറത്ത് പോവാറുണ്ട്, ഒബ്സർവേഷൻസ് ചെയ്യാൻ പോവാറുണ്ട് അന്ന് മുതൽ. അപ്പോൾ ആസ് ആക്ടേഴ്സ് നമ്മളെല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാർ. ഒരുമിച്ച് തെറിയും വഴക്കും കേൾക്കുമ്പോൾ കുറെ ഇടിയും കൊള്ളുമ്പോൾ അതങ്ങനെ ആയി പോകുന്നു. അതിനകത്ത് പിന്നെ ഈഗോ ഇല്ല. വേറെ ആരും ഇല്ലല്ലോ അവിടെ. വേറെ ഒന്നും പറയാടാ, നിനക്ക് എത്ര കിട്ടിയോ, എനിക്ക് 4, അങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്ക് നിന്നെ നീ ഇടിയട്ടോ, ഞാനൊന്ന് പൊട്ടൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ മറ്റൊരാൾക്ക് ഇടിയിട്ട് ചീത്ത വിളി കേൾക്കുന്ന സമയത്ത് നമ്മൾ കളിയാക്കി ചിരിക്കാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ ഒരിക്കലും അതൊരു ആവുന്ന ഒരു രീതിയിലായിരുന്നില്ല. നമ്മൾ സ്കൂളിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വീട്ടിലൊരാള്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയൻ, ആ ഒരു എന്താ ഒരു ബ്രദർഹുഡ്, ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങക്ക് ഇദ്ദേഹം മറ്റേ കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പുള്ളി നന്നായിട്ടാണ് സംസാരിക്കും. ഈ പറഞ്ഞ പോലെ ഷനൂദാണ് നന്നായിട്ട്, എടാ നിങ്ങൾ അങ്ങനെ ട്രൈ നോക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഷനൂദിനങ്ങ് തോന്നി ഞാൻ കൊള്ളാം തോന്നിയിട്ട് പടത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പം ഷനൂദിന് ഒരു ദിവസം തോന്നി. കാരണം അന്നുള്ള രീതികളൊന്നും അല്ല കേട്ടോ. പുള്ളി അന്ന് വരെ ഇങ്ങനെ മറ്റേ എടാ നീ ഇങ്ങനെ ട്രൈ നോക്കി, ഒരു ദിവസം കസേര ഇട്ടിരിക്കും, ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ വന്നിട്ട് നിങ്ങളെല്ലാവരും ബാ എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് നിങ്ങളുള്ള നടനെ, ഇന്നത്തെ VKP സാറായിട്ടുള്ള സീനായിരുന്നു, നിങ്ങളുള്ള നടനെ ഈ സമയത്ത് നീയൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ എപ്പോഴും ഇടുന്ന സാധനങ്ങളാടാ തിരിച്ചും മറിച്ച് വിടുന്നത്. വെറൈറ്റി ട്രൈ ചെയ്യും. നിന്റെ ഡയലോഗ് എന്താ? എന്റെ ഡയലോഗ് അടിച്ച് കാരണം ഞാൻ വിളിക്കും. നീ ഒന്ന് പറഞ്ഞേ. അടിച്ച് കാരണം ഞാൻ വിളിക്കും. ഏതൊരു നടൻ ചെയ്യുന്ന സില്ലി. എടാ അടിച്ച് കാരണം വിളിക്കും, വേറെ നിന്റേതായ ശൈലിയിൽ കൊണ്ടുവരൂ, ഞാൻ ഇപ്പൊ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് സ്റ്റേക്ക് വിളിച്ച് ഓരോരുത്തർക്കും നിജാദിനെ വിളിച്ചിട്ട് നിജാദ് നിന്റെ ഡയലോഗ് എന്താ, അളിയതിന് എന്താ ചെയ്യണ്ടേ, നീയൊക്കെ സീസൺ പോലും ആയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുപോയി VKP സാറിന്റെ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിനൊരു വലിയ ഡയലോഗുണ്ട്. സാറ് പുതിയ പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പുതിയ മാവ് കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞല്ലോ, അപ്പൊ അത് ഞങ്ങളോട് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറ് പുതിയ പൊറോട്ടയ്ക്ക് കുഴഞ്ഞ മാവ് കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. കൊള്ളാം. പിന്നെ ഷനൂദിന്റെ മോട്ടിവേഷനിൽ അപ്പൊ ഫസ്റ്റ് ഡയലോഗ് ഷനൂദിന്, പിന്നെ ഞാനും നിജാദും ഇവനും ഇങ്ങനെ നിൽക്കുവാണ്. പൊളിക്ക അവനെ. ഇവന്റെ ഡയലോഗ് എക്സൈസിനെ അറിയിക്കണ്ടേ സർ. അപ്പൊ അത് പറഞ്ഞേ എക്സൈസിനെ അറിയിക്കണ്ടേ സർ എന്നൊക്കെ ഇട്ട് കൊടുക്കുക പറയാൻ. അപ്പൊ അത് കഴിഞ്ഞ് ഷനൂദിന്റെ സ്റ്റാർട്ട് ആക്ഷൻ. സർ പൊറോട്ടയ്ക്ക് കുഴയ്ക്കാൻ ഇപ്പൊ ഞാൻ അടിച്ച് പൊറോട്ടയ്ക്ക് നമ്മുടെ ഡയലോഗ് ഞങ്ങളുടെ ഇയാളാണ് ഇത്ര. അത് കഴിഞ്ഞപ്പം ഞാൻ നിജാദും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കളിയാക്കി ചിരിക്കാറാണ്. ചിരിച്ചു കഴിഞ്ഞപ്പം ഇവന്റെ കയ്യിൽ പോയി എക്സസൈസിനുള്ള സാർ എക്സസൈസ് ചെയ്യാൻ ഓഫീസിൽ നിന്ന് അപ്പൊ അടുത്തത് നിജാദിന്റെ എന്റെ ഡയലോഗ് അവിടെ ഈ തെറ്റിപ്പോയിട്ട് ഞാൻ തിരിച്ചു വിളിച്ച് ഇരുത്തി. ഇയാൾ അതിനു മുമ്പ് എന്നെ ഇങ്ങനെ കോച്ച് ചെയ്തില്ല. ഞാൻ പറഞ്ഞു പോട്ടേക്കാ സാരമില്ല ഷനൂദ്, ഓക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്ക് എന്തോ പറ്റിപ്പോയി, സാരമില്ല ഇനി ഇങ്ങനെ തള്ളാൻ നേരം സൂക്ഷിച്ചൊക്കെ നോക്കിയാൽ മതി, ഞങ്ങൾ വലിയ സീസൺ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കോമഡി ഉണ്ട്. വീണ്ടും കോമ്പിനേഷൻ സീക്വൻസ് ആണ്. അപ്പൊ VKP സാറിന്റെ ക്യാരക്ടറിനെ പുള്ളിക്കാരൻ പുഷ് ചെയ്തിട്ട്
നമ്മുടെ വണ്ടിയിൽ കേട്ടണം. ജീപ്പിന്റെ ഉള്ളിലോട്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ 3 പേര്. അപ്പൊ ഞാനാണ് പിടിക്കേണ്ടത്. ആണ്. അപ്പൊ ഷനുവിന് പുള്ളിക്കാരൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇത് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഷനു പുള്ളിക്കാരൻ്റെ അടുത്ത് വിട്ട് ജോഷു ആണേ സാറേ ജോഷുവായിട്ട് കണ്ടോട്ടെ ജോഷുവായിട്ട് ചേച്ചി ഇങ്ങനൊന്നും അല്ല ചെന്നിട്ട് ഇങ്ങനെ നോക്കും ഇങ്ങനെ പ്രകാശ് സാർ ഉണ്ടല്ലോ, ഇത് ജോഷു അല്ലേ? സാറേ ഞാൻ ജോഷുവായിട്ട് കണ്ടോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നത് കേരള ഡയലോഗ് പറയണ്ട. ഞാൻ പൂച്ചനെ കൊണ്ടുപോയി അകത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പം അതെന്താ സംഭവം വെച്ചാൽ അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പിടിച്ച് ഉള്ളിൽ രഞ്ജിത് സാറിന് ഇപ്പം വഴക്കുള്ളൂ. അതിപ്പോ ശരിക്കും പിടിച്ചിട്ട് ഉള്ളിൽ ഇട്ടിട്ടില്ല, നമ്മള് ആ സീൻ നമ്മള് ഗംഭീരമാക്കിയിട്ടില്ലെങ്കിൽ സാറിന്റെ കയ്യിൽ വഴക്കുള്ളൂ. ആ വഴക്ക് കൊള്ളും ചെയ്യും, എന്നാൽ സാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു തേങ്ങ പോലെയാണ് ആ കാര്യം പറഞ്ഞ ഒരു കാര്യം ആലോചിച്ചു. VKP വന്ന ഒരു ദിവസമുണ്ട്, ലൊക്കേഷനിൽ ആദ്യം വരുന്ന ദിവസം എൻ്റെ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുക, ഹോസ്പിറ്റൽ സീൻ. അപ്പം അന്ന് മുഴുവൻ മിക്ക വേണ്ട, ഞാൻ നേരത്തെ വരാം, അവിടെ നടക്കുന്ന എന്താണൊക്കെ കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വന്ന് ലൊക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ സീനെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നടന്നു പോകുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം തിരിച്ച് റൂമിലോട്ട് വണ്ടി ഓടിച്ച് പോവാം. ഞാൻ എൻ്റെ തന്നെ വണ്ടി ഓടിച്ച് പോകാം. VKP ഞാനും വരാം, VKPക്ക് നാളെ ഉള്ളൂ. അപ്പം ഈ ഒരു ദിവസം നിന്ന സമയം കൊണ്ട് ഇരിഞ്ചേട്ടനെ പിന്നെ VKPക്ക് നല്ലപോലെ അറിയാം. ഇവർ സ്കൂൾ ഓഫ് ഡ്രാമ ബന്ധം പറയുന്നുണ്ട്. ഇനി ഞാൻ VKP ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പോകുന്ന വഴിക്ക് ഈ സെറ്റിൽ നടക്കുന്ന പല കഥകളും ഈ ഒറ്റ പകലുകൊണ്ട് പലതും കേട്ടിട്ടുണ്ടല്ലോ. നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. പിന്നെ എൻ്റെ ഞാൻ പറയുന്ന ചില സീനൊക്കെ പുള്ളി എടുത്ത് നോക്കി, അതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വലിയ വലിയ പാരഗ്രാഫ് സംഭവം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ രാവിലെ വന്ന VKP അല്ല വൈകുന്നേരം എൻ്റെ കൂടെ വണ്ടി ഇരിക്കുന്നത്. തമാശകൾ പറയാൻ വേണ്ടി എഫേർട്ട് ഇട്ട് എന്തൊക്കെയോ തമാശകൾ പറയാം. എനിക്ക് പ്രശ്നമല്ല ഉണ്ടോ? എനിക്കെന്താ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് എന്തൊക്കെയോ എഫേർട്ട് ഇട്ട് പറയാ, പൊട്ടിച്ചിരിക്കുക ആവശ്യമില്ലാതെ. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് എനിക്കറിയാം VKPയുടെ പ്രകൃതവും രൂപവും. അത് പോകുന്ന വഴിക്ക് പോയിട്ട് എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ ആശ്വസിക്കണമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടാതെ വണ്ടി ഓടിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞതൊക്കെ കഴിഞ്ഞ ഒരു സൈലൻസ് ഉണ്ടായിരുന്നു. ഒരു 1-2 മിനിറ്റോളം ഒന്നും പറയുന്നില്ല. വെളിയിലോട്ട് നോക്കിയാൽ വണ്ടി പോയിക്കൊണ്ട് ഞാൻ ഓടിക്കുന്നു, വെളിയിലോട്ട് നോക്കിയിരിക്കുക. എന്നോടാണോ സ്വയമാണോ എന്നറിയില്ല. അവൻ എന്നെ വഴക്കൊന്നും പറയാ, എന്നെ വഴക്ക് പറയണ്ട. അവൻ ഞങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരുമിച്ചല്ലേ, അവൻ എന്നെ വഴക്ക് പറയാം. ഞാൻ ചോദിച്ചില്ല, ഇല്ലില്ല പറയല, അവൻ പറയാ. പിന്നെയും സൈലൻസ്, പിന്നെയും കുറെ സൈലൻസ്. അങ്ങനെ വലിയ ഡയലോഗൊന്നും എനിക്ക് ഇല്ല, അങ്ങനെ വലിയ ഡയലോഗൊന്നും തരൂല്ല. എല്ലാവരും തരൂടെ, എനിക്ക് 2 ലൈനൊക്കെ അല്ലേ ഉള്ളൂ. ഈ അന്നത്തെ ഫുൾ ടെൻഷൻ പുള്ളി ആത്മകഥമായിട്ടാണ് പറയുന്നത്. പക്ഷെ വളരെ ലൗഡ്. VKP ആയിട്ട് പണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഷോർട്ട് ആൻഡ് ബേൺ ആവുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ ബോംബെയിലൊക്കെ IF അവിടെയൊക്കെ വരുമ്പോൾ ഞാൻ ബൈക്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ള നമുക്ക് ഓടിച്ച് പോയാൽ പ്ലെയിനിലേക്ക് കയറുമ്പോൾ ഐ ഡ്രൈവ് ഓടിച്ച് പോകുന്ന സമയത്തൊക്കെ ചില സമയത്ത് ടയർഡാവും. VKP ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും ക്രോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. വായിന്ന് വരുന്ന എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ സമയത്ത് ക്വിക്കായിട്ട് പുള്ളിയുടെ റിഫ്ലെക്സ് ചെയ്യുന്നതെന്ന് അറിയാം. ഈ ഒരു സംഭവം ഒന്ന് ഒരുത്തൻ ക്രോസ് ചെയ്ത് നമ്മൾ തെറി പറയുന്ന സമയത്ത് നമുക്ക് പിന്നെ അവിടെ വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനുള്ളിൽ പുള്ളി ഗ്ലാസ് എടുത്തു വിള. ഞാൻ ഗ്ലാസ് അല്ലെങ്കിൽ അവൻ കേൾക്കൂല്ലേടാ, പൂര തെറി. അവനെങ്ങാനും തിരിച്ചു വന്നാലോ? നീ മാത്രം കേട്ടാ പോരെ, അവൻ കേൾക്കണ്ടല്ല. എന്റെ ഫ്രസ്ട്രേഷനും കഴിഞ്ഞു. ഒരു കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് എത്രയോ വർഷത്തെ പരിചയമുള്ള, ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ഫേമിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എത്ര പേരാണെന്ന് അവിടുന്ന് ഫിലിം മേക്കേഴ്സായിട്ട് മാറിപ്പോയവരും ശരിക്കും. ഇൻഫാക്ട് ഈ സപ്പോർട്ട്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഭയങ്കര നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ.
ഈ സെറ്റിലും എനിക്ക് തോന്നിയതാണ് എല്ലാവരും തമ്മിൽ ഓരോ സീൻ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്തും എല്ലാ ആക്ടേഴ്സും അതിലുള്ള എത്ര ആക്ടേഴ്സ് ഉണ്ടോ എത്ര കൂടുതലുണ്ട് എല്ലാവരും തമ്മിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതാണ് പ്രകാശ് ചേട്ടനൊക്കെ എന്തൊരു പേഷ്യൻസ് ആണെന്ന് ഞാൻ അഭിരാമി എല്ലാവർക്കും എന്തൊരു പേഷ്യൻസ് ആണ് അപ്പോഴാണ് കാണുന്നത്. സോ എന്തായാലും നല്ലൊരു സിനിമ നമ്മൾ 90 ദിവസം ഷൂട്ട് ചെയ്ത് അത് ഇറങ്ങാൻ പോവാം. നിങ്ങൾക്കൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ കേട്ടോ. കാരണം നിങ്ങളൊക്കെ നന്നായിട്ട് വരുമ്പോഴാണല്ലോ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഉള്ള നിലയ്ക്ക് എനിക്ക് സന്തോഷമാവുള്ളൂ. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പ്രകാശ് ചേട്ടാ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ. അതെ എല്ലാവർക്കും അതെ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ എന്തൊക്കെയാണോ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം നല്ല ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉയർന്നു വരട്ടെ. സുപ്രീം പവർ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. So thank you so much. Thank you. Thank you.